ഹരി ഓം നമസ്തേ. നാം മാതൃകുല ധർമ്മരക്ഷ ആശ്രമം മഠാധിപതിയും ആചാര്യനുമായ ആദിമാർഗ ശൈവാവധൂതൻ മഹാ ചണ്ടാള ബാബ മലവാരി. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, ഇന്നലെ ഒരു വ്യക്തി നമ്മളെ വിളിച്ച് ചോദിച്ചൊരു സംശയമാണ്. അപ്പോൾ അത് മറ്റുള്ളവരോട് പങ്കുവെക്കാമെന്ന് കരുതിയിട്ടാണ്. അദ്ദേഹം ചോദിച്ചത് ഈ വെളിച്ചപ്പാട് എന്നൊരു സങ്കല്പത്തെക്കുറിച്ചാണ് ചോദിച്ചത്. എന്താണ് വെളിച്ചപ്പാട്? വെളിച്ചപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാവുമായി ബന്ധപ്പെട്ടാണ് വെളിച്ചപ്പാട്. കാവുകളിലാണ് വെളിച്ചപ്പാട് ഉണ്ടാവുക. ഇപ്പോൾ തിരുമാന്താംകുന്നിൽ വെളിച്ചപ്പാടുണ്ട്. വെച്ചാൽ ദേവീ ക്ഷേത്രങ്ങളെന്നാണ് പറയുന്നത്. ശരിക്കും ദേവി ഭഗവതി ഇരിക്കുന്നത് ക്ഷേത്രങ്ങളല്ല. ഭഗവതിയൊക്കെ പണ്ട് കാവുകളിലായിരുന്നു. പിന്നീടാണ് ക്ഷേത്ര കൺസെപ്റ്റ് അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് ആക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പറയുകയാണെങ്കിൽ കാവിനെ കാവായിട്ട് നിലനിർത്തണം എന്നുള്ളതാണ് നമ്മളുടെ അഭിപ്രായം. കാവുകളൊക്കെ കാവായിട്ട് നിലനിൽക്കണം. അവിടെ ദേവി കുണ്ഡലിനി ആയിട്ടിരിക്കുന്നതും അല്ലെങ്കിൽ സർപ്പക്കാവുകൾ കാടായിട്ടിരിക്കുന്നതും അതിനൊക്കെ ഒരുപാട് പ്രത്യേകതയാണ്. യോനി വർഷിപ്പുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ നിൽക്കണം. അവിടെയാണ് വെളിച്ചപ്പാട് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ അയ്യപ്പന് വെളിച്ചപ്പാടുണ്ടായിരിക്കാം, ഭഗവതിക്ക് വെളിച്ചപ്പാടുണ്ടായിരിക്കാം, ഗിരാതമൂർത്തിക്ക് വെളിച്ചപ്പാടുണ്ടായിരിക്കാം, വേട്ടക്കരുമകന് വെളിച്ചപ്പാടുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി വെളിച്ചപ്പാട് സങ്കല്പം, കോമരങ്ങൾ, ചാത്തൻ ഒക്കെ കോമരങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള വെളിച്ചപ്പാട് എന്ന് പറയുന്നതിനെ നമ്മൾ പറയാറ് എങ്ങനെയാ വെച്ചാൽ വെളിച്ചപ്പാടായിട്ടുള്ളവൻ. വെളിച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം, യഥാർത്ഥ ജ്ഞാനമാണ്, ആത്മീയ ജ്ഞാനമാണ് യഥാർത്ഥ വെളിച്ചം, പ്രകാശം. പിന്നെ മറ്റുള്ള ഇപ്പോൾ നമ്മൾ ഗായത്രിയൊക്കെ ജപിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ധിയോ യോന പ്രചോദയാ എന്ന് പറയുമ്പോൾ, സവിതാവിനോട് പറയുമ്പോൾ നമ്മളുടെ ബുദ്ധിയെ ദ്യോതിപ്പിക്കണേ, അപ്പം ജ്ഞാനത്തെ പ്രകാശിപ്പിക്കണേ എന്നാണ് വൈദിക ബ്രാഹ്മണർ അല്ലെങ്കിൽ വൈദിക സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആളുകൾ പ്രാർത്ഥിക്കാറ്. അപ്പോൾ ആ ഒരു യഥാർത്ഥ ജ്ഞാനമാണ് ഗീതയിൽ കൃഷ്ണൻ പറയുന്നുണ്ട്, ബഹൂനാൻ ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യന്തേ. ഒത്തിരി ജന്മങ്ങൾ ജനിച്ചു ജ്ഞാനമുള്ളവൻ മാത്രമേ എന്നെ സമീപിക്കുള്ളൂ. അപ്പം അത്തരത്തിൽ ആ ജ്ഞാനമാണ് എന്താണ് ഈ വെളിച്ചം. അപ്പം യഥാർത്ഥ വെളിച്ചം, പ്രകാശം എന്ന് പറയുന്നത് ജ്ഞാനമാണ്. ആ ജ്ഞാനം എന്നാണ് നമ്മൾ ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനപ്പുറം ഒരു വിശ്വാസി, ധാർമ്മിക വിശ്വാസിയെ സംബന്ധിച്ചിട്ട് ആത്യന്തിക ജ്ഞാനം ആത്മജ്ഞാനമാണ്. ആ ആത്മജ്ഞാനം, ഈശ്വരീയ ജ്ഞാനം, ആ ഈശ്വരൻ എന്തെന്ന ബോധം, സ്വയം ഈശ്വരനാണെന്ന സാക്ഷാത്കാരം. നമ്മൾ വേദാന്തത്തെ പറയുകയാണെങ്കിൽ അഹം ബ്രഹ്മാസ്മി തത്വമസ്യാദി ഇത്യാദി വാക്കുകൾ പോലെ. അപ്പോൾ ഈ ഒരു ഞാൻ തന്നെയാണ് ദൈവം, ഞാൻ തന്നെയാണ് ഈ കാണായതെല്ലാം. സാധാരണ നമ്മൾ ഈ സ്തുതിയൊക്കെ ചൊല്ലുമ്പോൾ, ഭജനയൊക്കെ ചൊല്ലുമ്പോൾ പറയാറുണ്ട്, ഞാനെന്ന ബോധം ഉണ്ടാവരുതേ, അത് അഹങ്കാരമാണ്, തോന്നുകിലോ ഈ കാണായതെല്ലാം ഞാനാണെന്ന ബോധം. അപ്പം ആ ബോധം, അതാണ് യഥാർത്ഥ ജ്ഞാനം. ശുദ്ധജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈ കാണായതെല്ലാം ഞാൻ തന്നെ, അല്ലെങ്കിൽ ഞാൻ മാത്രമല്ല, ഈ കാണായതെല്ലാമാണ് ഞാൻ എന്ന ബോധമാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം. അപ്പം അത്തരത്തിൽ ആ ഈശ്വരൻ്റെ പ്രതിപുരുഷനാണെന്നുള്ള ആ ബോധമാണ് ജ്ഞാനം, വെളിച്ചം. അത് പാടായിട്ടുള്ളവൻ, പാടുന്ന അടയാളം. അപ്പം ആ ജ്ഞാനം അടയാളം. അപ്പം ഈ ജ്ഞാനിയാണ് സത്യം പറഞ്ഞാൽ ബ്രാഹ്മണൻ എന്നൊക്കെ പറയാറുണ്ടല്ലോ. പൂർണ്ണബോധമുള്ളവൻ എന്ന ബോധമാണ് വെളിച്ചപ്പാട്. അപ്പം അത്തരത്തിൽ ബോധമുള്ള ആളുകളാണ് വെളിച്ചപ്പാടായിട്ട് വരും. ഇപ്പോൾ വേഷഭൂഷാദികളൊക്കെ അവർക്ക് ആ ഒരു ഈശ്വരീയ സങ്കല്പത്തിനനുസരിച്ചിട്ടായിരിക്കാം. ആ ഈശ്വരൻ്റെ പ്രതിപുരുഷനായിട്ടുള്ള ഭഗവതിയുടെ പ്രതിപുരുഷനായിട്ടാണ് ഇവർ ഉറഞ്ഞു തുള്ളുന്നതും പറയുന്നത്. അപ്പോൾ ആ ഭഗവതിയോ അല്ലെങ്കിൽ ഭഗവാനോ പറയുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് അദ്ദേഹം ചോദിക്കുകയാണ്, ഈ വെളിച്ചപ്പാടിനെ സാധാരണ പുരുഷന്മാരാണ് അധികം വെളിച്ചപ്പാടായിട്ടുണ്ടാകും. അപ്പോൾ വെളിച്ചപ്പാടിനെ ദാമ്പത്യ ജീവിതം എങ്ങനെയാണ്, അവർ ഭാര്യയിൽ നിന്ന് വിട്ടു നിൽക്കണോ വെളിച്ചപ്പാടായി കഴിഞ്ഞാലുള്ളത്. അദ്ദേഹം അത് ചോദിക്കാൻ കാരണവും അദ്ദേഹത്തിൻ്റെ പരിചയത്തിലുള്ള ഒത്തിരി ആളുകൾ ഈ വെളിച്ചപ്പാടായതിനു ശേഷം ഭാര്യയിൽ നിന്ന് അകന്നു നിൽക്കുന്നതും ഭാര്യമാർ വിഷമിക്കുന്നതും കുടുംബം തന്നെ വിഷമിക്കുന്നതായിട്ട് ഉണ്ടായതായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഇതുപോലെ നമ്മളെ സമീപിച്ച ഒരാളും ഇതിൻ്റെ ഇടയ്ക്ക് പറയുകയുണ്ടായി. പാലക്കാട് നിന്ന് നമ്മളെ സമീപിച്ച ഒരാളും പറയാം, അദ്ദേഹത്തിൻ്റെ പിതാവ് ഈ ഒരു ഗുരുസ്വാമിയായി ഇരുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം ഭക്തി വല്ലാണ്ട് വർദ്ധിച്ചിട്ട് അദ്ദേഹം ഭക്തിയുടെ മുകളിൽ, എന്നാൽ അദ്ദേഹം തന്നെ പറയുന്നത്, അച്ഛൻ എല്ലാം അറിയുമെന്ന് വെച്ചാൽ അറിയില്ല, നല്ല വലിയ ഭക്തിയാണ്. അപ്പം ഭക്തിയുടെ മുകളിൽ ഭാര്യയിൽ നിന്നാകുന്നു, കുട്ടികളിൽ നിന്നാകുന്നു, പിന്നീട് ഒരു മൂച്ചേട്ട സ്വഭാവമായിരുന്നു എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അത് നമുക്ക് പറയാം. അപ്പോൾ നമ്മളോട് ഇവർ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെ വേണോ ഈ വെളിച്ചപ്പാടെന്ന് പറഞ്ഞാൽ, ഗുരുസ്വാമി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആവണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, വെളിച്ചപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ്റെ പ്രതിപുരുഷനാണ്. ആ വെളിച്ചപ്പാടിൻ്റെ ജ്ഞാനമാണ് അവനിൽ പ്രതിധ്വനിക്കേണ്ടത്. പക്ഷേ ഇവരെന്ത് ചെയ്തു, ഈ വൈദിക വേദാന്ത ദർശനങ്ങളുടെ സന്യാസി വര്യന്മാരുടെ കാഴ്ചപ്പാടിലേക്ക് ഇവർ ഓട്ടോമാറ്റിക്കായി നീങ്ങുന്നു. തന്ത്രവും വേദാന്തവും രണ്ടാണ്. രണ്ടും ശ്രേഷ്ഠമാണ്, പക്ഷെ രണ്ടും രണ്ടാണ്. വേദാന്തത്തിൻ്റെ കണ്ണിലൂടെ താന്ത്രിക ആചാരങ്ങളെ കാണാൻ പറ്റില്ല. തന്ത്രത്തിൻ്റെ യഥാർത്ഥ വശം തന്നെയാണ് ഈ വെളിച്ചപ്പാടും കോമരങ്ങളും എല്ലാം.
തന്ത്രത്തിൽ ശരിക്കും ഒരു ദൈവം എന്ന സങ്കല്പമൊന്നും അല്ല, വ്യത്യസ്ത ദൈവങ്ങൾ തന്നെയാണുള്ളത്. അപ്പോൾ ഓരോന്നും ഓരോ കലകളും ദൈവീകമാണ്. അപ്പോൾ അവിടെ ഈ വെളിച്ചപ്പാട് പ്രവർത്തിക്കുന്നത്, അവൻ ഉറയുന്നത് അവൻ്റെ കുണ്ഡലിനി വൈബ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള കുണ്ഡലിനി ശക്തി. മൂലാധാരത്തിൽ ഈ 4 എതിലോട് കൂടിയിട്ടുള്ള ആ പത്മത്തിൽ ത്രികോണാകൃതിയിലിരിക്കുന്ന ആ അഗ്നികലയിൽ രക്തവർണ്ണത്തോട് കൂടിയിരിക്കുന്ന 3 ചുറ്റോട് കൂടിയിരിക്കുന്ന അഗ്നിയായിരിക്കുന്ന കുണ്ഡലിനി, അതായത് അവൻ്റെ ജീവശക്തിയുടെ വൈബ്രേഷനിലാണ് അവൻ ഉറഞ്ഞുതുള്ളുന്നതും ആ ഒരു കാര്യങ്ങൾ പുറത്തു വരുന്നത്. പലരും ചോദിക്കുന്നത് എങ്ങനെ ശരിയാവുന്നു? അത് അവൻ്റെ ഉള്ളിൽ നിന്നുണ്ടാവുന്നത്, ഉണ്ടാക്കി പറയുന്നവൻ പറഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ പറയുന്ന അവൻ്റെ ജീവശക്തിയിൽ നിന്നാണ്. അവൻ്റെ ഉള്ളിലുള്ള ജീവശക്തിയാണ് കുണ്ഡലിനി എങ്കിൽ അവൻ്റെ ഭൗതിക ശരീരത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അവൻ്റെ ശക്തിയാണ് അവൻ്റെ പത്നി. ആ പത്നിയിൽ നിന്ന് അകന്നുകൊണ്ടല്ല അവൻ ഒരിക്കലും വെളിച്ചപ്പാട് ഒരിക്കലും ജീവിക്കേണ്ടത്. യഥാർത്ഥ ഈശ്വരീയ ഭക്തൻ, പ്രത്യേകിച്ച് ദേവീ ഭക്തനൊക്കെ ആവുമ്പോൾ, പ്രത്യേകിച്ച് ദേവിയുടെ കോമരം വെളിച്ചപ്പാടൊക്കെ ആവുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത്, ഭാര്യയിൽ നിന്ന് അകന്നിട്ടാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഈശ്വരിൽ നിന്ന് അകന്നിട്ടാണ്. ശിവനും ശക്തിയും ആണ്, അല്ലെങ്കിൽ പുരുഷനും പ്രകൃതിയുമാണ് തന്ത്രത്തിൻ്റെ പ്രത്യേകത. ഇത് രണ്ടും ചേർന്നുകൊണ്ടാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് എന്നാണ് തന്ത്രം. അപ്പോൾ അവിടെ നിങ്ങൾ ഇതിൽ നിന്ന് അകലുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ വലിയൊരു അകൽച്ചയുണ്ട്, വലിയൊരു തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലരുടെയും വിചാരം എന്ന് വെച്ചാൽ ഈ ദാമ്പത്യ ജീവിതത്തിൽ സ്ത്രീ പുരുഷ മൈഥുനത്തിലൂടെയൊക്കെ വെളിച്ചപ്പെടാനും ശരി, ആരായാലും ശരി, ഇത്തരം ഭക്തന്മാരൊക്കെ ആണെങ്കിൽ മൈഥുനത്തിലൂടെ സ്ഖലനം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തോ നഷ്ടമായി എന്നൊരു തോന്നലോ, അത് അജ്ഞാനം കൊണ്ടാണ്, പ്രകൃതിജന്യമാണ്. വായിൽ ഉപനീര് പോലെ തന്നെയാണ് ബാക്കിയുള്ള വിചാരങ്ങൾ ഉണ്ടാകുന്നത് ഈശ്വരീയമാണ്. അതുകൊണ്ടാണ് രതിയെയും കാമദേവനെയൊക്കെ ഈശ്വരനായിട്ട് വർണ്ണിക്കുന്ന സനാതന ദർശനങ്ങൾ ആർഷഭാരത ഭൂമിയിലുള്ളത്. അപ്പം അതുകൊണ്ട് ഇത് തെറ്റല്ല, ദാമ്പത്യ ജീവിതം തെറ്റല്ലെന്ന് സ്വയം അറിയുക. നമ്മൾ ശുദ്ധവേദാന്തത്തിലേക്ക് പ്രവേശിക്കുന്നവൻ അങ്ങനെയാണെങ്കിൽ സന്യാസം സ്വീകരിക്കുന്നതാണ് ഉചിതമായ മാർഗം, അല്ലാണ്ട് ഒരിക്കലും തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള വെളിച്ചപ്പാടാകുന്നതല്ല. സന്യാസം ശ്രേഷ്ഠ, അതിന് വിരക്തി വന്നവർ അങ്ങടാ പോകേണ്ടത്. ഇവിടെ ഈ തട്ടിൽ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ആവശ്യമില്ല. ഇദ്ദേഹം ഈ വിളിച്ച ആൾ പറയുമ്പോൾ ഒരു വിഷമം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ കറുപ്പസ്വാമി ഉണ്ട്, കറുപ്പസ്വാമിയുടെ ദർശനം കിട്ടിക്കൊണ്ട് ഇദ്ദേഹം ഒന്ന് ഉറഞ്ഞു തുള്ളി. ഒരു അത്രയും കാലമില്ലാത്തൊരു സംഭവം, പെട്ടെന്ന് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വൈബ്രേഷൻ ഉണ്ടായത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആയ സമയത്ത് കുടുംബാംഗങ്ങളൊക്കെ സന്തോഷിച്ചു. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വലിയ വിഷമത്തിലായി, സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ സങ്കടപ്പെട്ടപ്പോൾ ഇയാൾ ചോദിച്ചു, എന്താ ഇപ്പോൾ കാര്യം, നമ്മുടെ കുടുംബത്തിൽ ഇത്രയും കാര്യമില്ലാത്തൊരു കാര്യം, എനിക്ക് ഈശ്വര സാക്ഷാത്കാരം ഉണ്ടായി, ഞാനൊന്ന് ഉറഞ്ഞപ്പോൾ ഞാൻ വല്ലാണ്ട് ആനന്ദിക്കുന്നു, നീ എന്തേ ഇങ്ങനെ കഴിയുന്നത്, നീ ഇല്ലാണ്ട് എനിക്കെന്ത് സന്തോഷം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, നമുക്ക് വേണ്ടായിരുന്നു ഇത്തരത്തിലൊരു വലിയ ഭാഗ്യം. അതെന്താ അങ്ങനെ, ഇനി എനിക്ക് അങ്ങയെ തൊടാനാകില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങയോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ, അങ്ങ് എന്നിൽ നിന്ന് സാവധാനം അകന്നു പോകില്ലേ. ഇത് കേട്ട സമയത്ത് ഇദ്ദേഹം കുറച്ച് താന്ത്രിക ശൈവക്കുള്ള ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹം അത്ഭുതമായി, എന്തിനാണ് നമ്മൾ ഭാര്യയിൽ നിന്ന് ഇങ്ങനെ അകന്നു പോകേണ്ട ഒരു ആവശ്യം പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം അദ്ദേഹം ഇപ്പോഴും ഭാര്യയോടുകൂടി സുഖമായിട്ട് ഒരു ഗൃഹസ്ഥ ജീവിതം എങ്ങനെ ധാർമ്മിക മൂല്യത്തോടു കൂടി നയിക്കണം, അദ്ദേഹം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ചിന്തിക്കുന്ന സ്ത്രീകളോട് നമുക്ക് പറയാനുള്ളത്, സാധനയിലേക്കൊക്കെ വരുന്ന ഈ പുരുഷന്മാരുടെ ഭാര്യമാർക്ക് ഇത്തിരി വിഷമമുണ്ട്. നമുക്ക് പറയാനുള്ളത്, പുരുഷന്മാർക്ക് മാത്രമുള്ളതല്ല, ഇതൊന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് ഇത്തരം ആശയത്തിലേക്ക് കയറി വരുന്ന നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ ഒരിക്കലും നിങ്ങളിൽ നിന്ന് അകലെന്ന് കരുതേണ്ട ഒരു ആവശ്യമില്ല. വെളിച്ചപ്പാടിന് സിനിമയ്ക്ക് പോകാം, വെളിച്ചപ്പാടിന് ഗാനമേളയ്ക്ക് പോകാം, വെളിച്ചപ്പാടിന് കുറച്ച് നേരം ജപിക്കാനും പ്രാർത്ഥിക്കാനും വിട്ടുകൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ചേർന്നാണ് ജീവിതം. ഗൃഹസ്ഥാശ്രമ ജീവിതം എല്ലാം പുരുഷാർത്ഥങ്ങളെ സാധിക്കാനാണ് ഗൃഹസ്ഥാശ്രമം പറഞ്ഞിരിക്കുന്നത്. ഒരു സന്യാസിക്ക് പോലും പൂർണ്ണത വരുന്ന ഇല്ല. യഥാർത്ഥത്തിൽ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് പോകുന്നവരാണ് പൂർണ്ണത വരുന്നത്. ശങ്കരൻ നമുക്ക് ഉദാഹരണമാണ്, ശങ്കരാചാര്യർ. അപ്പോൾ ഏറ്റവും വലിയ ആശ്രമമായിട്ടും പറയുക ഗൃഹസ്ഥാശ്രമമാണ്. ധാർമ്മിക ഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ ധർമ്മസംഹിത പറയുന്നത്, ധർമ്മശാസ്ത്രം പറയുന്നത് ഏറ്റവും വലിയ ആശ്രമം ഗൃഹസ്ഥാശ്രമമാണ്. ആ ഗൃഹസ്ഥാശ്രമത്തിൽ പുരുഷാർത്ഥങ്ങൾ സാധിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വിവാഹവും വെച്ചിരിക്കുന്നത്. തന്ത്രത്തിൻ്റെ ഭാഗത്തിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അത് ഒരു അനുഷ്ഠാനമോ അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക, ഷോഡശ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല, ആചരണത്തിൻ്റെ ഭാഗമാണ്. അവൻ്റെ ശക്തിയെ അവൻ തിരഞ്ഞെടുക്കണേ, അവൻ്റെ ആത്മീയ ഉന്നതിക്ക് ഉതകുന്നതാണ് വിവാഹം. വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരിക്കലും തന്നെ വെളിച്ചപ്പാടാണെന്ന കാരണത്താൽ അവരുടെ ഭാര്യയിൽ നിന്നും അകന്നു നിൽക്കരുത്. അത് തെറ്റാണ്. നിങ്ങളുടെ വൈബ്രേഷൻ, കുണ്ഡലിനി യോഗ എല്ലാം സാധ്യമാകുന്നത് നിങ്ങളുടെ ഭാര്യയിലൂടെയാണ്. ഇനിയിപ്പോൾ സ്ത്രീക്കാണെങ്കിലും ശരി, നിങ്ങളൊരു വെളിച്ചപ്പാടായി മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് അകലേണ്ട ഒരാവശ്യമില്ല. ഗുരുസ്വാമിമാരാണെങ്കിലും ഇങ്ങനെ തന്നെ മനസ്സിലാക്കുക. മണ്ഡലകാലം വെച്ചിരിക്കുന്ന 41 ദിവസം ആജീവനാന്തത്തിൽ പോയിക്കൊണ്ട് നിങ്ങളുടെ ഭാര്യയിൽ നിന്ന് അകലുമ്പോൾ നിങ്ങൾ തിരിച്ചറിയാം, നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവശക്തിയിൽ നിന്ന്, നിങ്ങളുടെ യഥാർത്ഥ ശക്തി, ഭൂമിയിലെ ശക്തിയിൽ നിന്ന് നിങ്ങൾ അകലുകയാണ്. നിങ്ങളുടെ കുട്ടികളിൽ നിന്ന് നിങ്ങൾ അകലാൻ പാടില്ല. നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള ധാർമ്മിക മൂല്യത്തോടു കൂടി നേടാൻ പറ്റിയ എല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, സിനിമ കാണണം എന്നല്ല, സിനിമ കാണാം, സീരിയൽ കാണാം, ഗാനമേള കാണാം, പാട്ട് പാടാം, കുറേ നേരം ഭാര്യയോട് ഇരുന്ന് സല്ലപിക്കാം, ഭാര്യയ്ക്ക് ഭർത്താവിനോട് സല്ലപിക്കാം. സ്നേഹത്തോടു കൂടി അവരൊരുമിച്ച് രണ്ട് ഇണപ്രാവുകളെ പോലെ, ഇണപക്ഷികളെ പോലെ, ഇണജീവികളെ പോലെ ഒന്നിച്ച് ചേർന്ന് ശിവശക്തി മിളനത്തോടു കൂടി പൂർണ്ണതയിൽ എത്തുമ്പോഴേ ഉള്ളൂ അത് ഒരു ഗൃഹസ്ഥാശ്രമ സംബന്ധിച്ച ജീവിതമാകുക. അതാണ് തന്ത്രശാസ്ത്രം. തന്ത്രശാസ്ത്രത്തിൻ്റെ ഭാഗമാണ് വെളിച്ചപ്പാട്.
ആർക്കെങ്കിലും വാമ, ദക്ഷിണ, കൗള, വൈദിക, ക്ഷേത്രാചാര സംബന്ധിയായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആവശ്യങ്ങൾ ഉദ്ദേശിച്ചത് കാവിനെ പുനരുദ്ധരീകരിക്കുക, പിന്നെ അതുപോലെ തന്നെ നമ്മൾ സംശയങ്ങളുണ്ടെങ്കിൽ തീർത്ത് സ്വന്തം കാവിനെ സംരക്ഷിച്ചുകൊണ്ട് ആചാരങ്ങൾ നിലനിർത്തുക. ഇത്തരമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാതൃകുല ധർമ്മരക്ഷ ആശ്രമത്തിലേക്ക് വിളിച്ചിട്ട് നേരിട്ട് വരാം. കൂടാതെ നിങ്ങൾക്ക് വോയിസ് ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോ നിങ്ങൾക്ക് ആശ്രമത്തിലേക്ക് ചോദ്യങ്ങൾ വിളിച്ച് ചോദിക്കാം, ടെക്സ്റ്റായിട്ട് എഴുതി അയക്കാം. അതെല്ലാം ഗൗരവമുള്ള ചോദ്യങ്ങളാണെങ്കിൽ ഉത്തരം തരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. ആശ്രമത്തേക്ക് വിളിക്കുമ്പോൾ കൃത്യമായി ശ്രദ്ധിക്കുക, കൃത്യമായ നമ്പറിൽ നിന്ന് തന്നെ വിളിക്കണം. നെറ്റ് കോളുകൾ ആശ്രമം അറ്റൻഡ് ചെയ്യുന്നതല്ല. ആശ്രമത്തിലേക്ക് വിളിക്കേണ്ട നമ്പർ 99 47 67 35 11. കൂടാതെ നമ്മളെ ഫോളോ ചെയ്യണമെങ്കിൽ നമ്മളുടെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ആദിമാർഗി മഹാചണ്ടാള ബാബ മലവാരി. അത് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. കൂടാതെ നമ്മളെക്കുറിച്ച് കൂടുതൽ അറിയാൻ, മഹാചണ്ടാളനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ആരാണ്, എന്താണ്, ഇവിടെ എന്തൊക്കെയാണ് നമ്മുടെ സേവനങ്ങൾ, കാരണം എന്ന് വെച്ചാൽ ഇവിടെ ആശ്രമത്തിൽ നമ്മൾ വാമമാർഗത്തിലും ദക്ഷിണമാർഗത്തിലുമൊക്കെ ദീക്ഷാവിധികളും മറ്റുള്ളതും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹിന്ദുക്കളെല്ലാവരും, അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറഞ്ഞ സംസ്കാരമാണ്. ഭാരതീയ ആർഷ സംസ്കാരത്തെ അറിയാനും ആചരിക്കാനും ആഗ്രഹിക്കുന്ന എല്ലാവരും, കൂടാതെ എല്ലാ ഹൈന്ദവ സമൂഹങ്ങളും അവരുടെ പരമ്പര, അവരുടെ കുലാചാരം എന്തെന്നറിഞ്ഞ് ആചരിക്കണമെന്നുമാണ് നമ്മളുടെ ഒരു താല്പര്യം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആചാരങ്ങൾ നമുക്ക് സാധ്യമായത് രീതിയിൽ നമ്മൾ അത്തരം ആചാരങ്ങൾ എല്ലാ ഹിന്ദുവും ഒരു മന്ത്രമെങ്കിലും ജപിക്കുകയും അവരുടേതായ ഉപാസനാ മാർഗത്തിലൂടെ ചലിക്കുകയും വേണമെന്ന് നമ്മളുടെ ഒരു ആഗ്രഹമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഉപദേശങ്ങൾ ആശ്രമത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമ്മളെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളും നമ്മളുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിലുണ്ട്, ആർക്കും സന്ദർശിക്കാം. www.chandalababa.com എന്നാണ് ആ വെബ്സൈറ്റ്, അത് സന്ദർശിക്കാം. എല്ലാവരെയും കല്ലടിക്കോട് കരുനീലിയും പടിമാന മക്കളും അനുഗ്രഹിക്കട്ടെ. നമസ്തേ. ഓം നമഃ ശിവായ. ജയ് ഹിന്ദ്.